ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനുസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പിന് സ്പെഷ്യലായിട്ട് എല്ലാവരും തയ്യാറാക്കുന്ന ജീരകക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നത്. മലബാർ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുഴുങ്ങലരി വെച്ചിട്ട് അതുപോലെ പൊടിയരി വെച്ചിട്ടൊക്കെയാണ് കൂടുതലും നമ്മൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ ഏരിയയിൽ ഉണ്ടാക്കുന്ന പച്ചരി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജീരകക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് അസോളി സീഡാണ്. ഇതിന് ശരിക്കും വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കവറിൽ എഴുതി കാണാൻ പറ്റും അസോളിയോ സീഡ്, ഇതാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും അസാളിന്നോ അങ്ങനെ എന്തൊക്കെ പറയും തോന്നുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് അറിഞ്ഞൂടാ. വയറിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ് ഇട്ട് കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ നമ്മുടെ അസോളി കഴുകിയെടുക്കുമ്പോൾ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളൊരു പാത്രത്തിൽ അതിന് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സിങ്കിലേക്കൊക്കെ ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ താഴെ പോയി പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വയറിന് വളരെ നല്ലതാണ് അസോളി സീഡ്. ഇതുപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ശരിക്കും മലബാർ ഏരിയയിലുള്ള ജീരകക്കഞ്ഞിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ജീരകക്കഞ്ഞിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അസോളി സീഡും അതുപോലെ തന്നെ പച്ചരി നന്നായിട്ട് കഴുകി നമ്മൾ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാനത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതേ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ മലബാർ ഏരിയയിലും ചേർക്കും, അത് പക്ഷേ മല്ലിപ്പൊടി നമ്മൾ ചേർക്കാറില്ല കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ച് കൊടുക്കുക. അടച്ച് വെച്ച് കുറച്ച് ചെറിയൊരു അതിൻ്റെ അകത്ത് ചെറിയൊരു ഇങ്ങനെ ഒരു കയ്യിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിളച്ച് പുറത്തേക്ക് പോവാതെ നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു തവി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുക. വിസിലിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നാളികേരം ചിരവിയെടുത്തതുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നാളികേരവും ചെറിയ ഉള്ളി അതുപോലെ തന്നെ 2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയാണ്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ കഞ്ഞി നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ടോ നോക്കാം. ഇത് കണ്ടോ, തിളച്ചൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു കയ്യിൽ വെച്ചത് കാരണം പുറത്തേക്കൊന്നും തിളച്ചൊന്നും പോയിട്ടില്ല. ഇത് ഉമ്മച്ചിയുടെ ടിപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ ഞാൻ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് തേങ്ങയും ചെറിയ ജീരകവും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഉള്ള ഒരു മിക്സ് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് സെറ്റായി വരും. ഇപ്പോൾ ഇത് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ജീരകക്കഞ്ഞി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് നെയ്യിലിട്ടാണ് നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് നെയ്യ് ഒരു ഗോൾഡൻ കളറാക്കി എടുത്തതിന് ശേഷം നമുക്കത് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ കഞ്ഞി നല്ല സൂപ്പറായിട്ട് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്.
ഈ രീതിയിൽ നമ്മൾ ജീരകക്കഞ്ഞി തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ജീരകക്കഞ്ഞിയാണ് കിട്ടുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നോമ്പിൻ്റെ സമയത്ത് ഇങ്ങനെ നമ്മൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല നമുക്ക് ക്ഷീണം മാറാനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. ബൈ ബൈ.